രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണം നൽകുന്നതിനായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ ആണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് പകരം തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ സ്വീകരിക്കുമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ തോതിൽ റേഷൻ നൽകുന്ന പതിവ് തുടരുകയാണെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ നൽകുന്നതിന് ബാധ്യത കേന്ദ്രത്തിന് അറിവുള്ളതിനാൽ കേന്ദ്ര ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ റേഷൻ കാർഡ് വിതരണം തുടരണമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. റേഷൻ കാർഡ് വിതരണം തുടരുകയാണെങ്കിൽ സംസ്ഥാനത്ത് റേഷൻ നൽകേണ്ടതുണ്ടോയെന്നും കോടതി ആരാഞ്ഞു. സൗജന്യ റേഷൻ നൽകാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അവരിൽ പലരും ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറയും. അതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കോടതി പറഞ്ഞു. അതേസമയം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പ്രകാരം 80 കോടി പാവപ്പെട്ടവർക്ക് ഗോതമ്പിൻ്റെയും അരിയുടെയും രൂപത്തിൽ സർക്കാർ സൗജന്യ റേഷൻ നൽകുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. എന്നിരുന്നാലും ഏകദേശം 2 മുതൽ 3 കോടി വരെ ആളുകൾ ഇപ്പോഴും പദ്ധതിയിൽ നിന്ന് പുറത്താണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NFSAയ്ക്ക് കീഴിൽ റേഷൻ കാർഡുകൾ, ഭക്ഷ്യസാധനങ്ങൾ എന്നിവയ്ക്ക് അർഹരും സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞിട്ടുള്ളവരുമായ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ദുരവസ്ഥയും ഉയർത്തിക്കാട്ടുന്ന ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരുടെ ബെഞ്ച് ആണ് ഹർജി പരിഗണിക്കുന്നത്. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കുടിയേറ്റ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകാൻ നിർദ്ദേശം നൽകണമെന്ന് ഒരു ഏജൻസിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടു. കേന്ദ്രം നൽകുന്ന സൗജന്യ റേഷൻ മെച്ചപ്പെടുത്താൻ കുടിയേറ്റ തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്രകാലത്തേക്ക് ഇത് സൗജന്യമായി നൽകാനും ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ ശേഷി വർദ്ധിപ്പിക്കാൻ എന്നിവയ്ക്കായി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല കോടതി ചോദിച്ചു. 2001 സെൻസസ് നടത്തിയിരുന്നെങ്കിൽ കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുമായിരുന്നു എന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു.